ഹലോ മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി ഗെയിമാണ് പിടിച്ചേക്കുന്നത്. പേ ബാക്ക് എന്നാണ് പേര്. അപ്പോൾ നിങ്ങൾ ഈ ലൈക്കും സബും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കളിയിലേക്ക് കാണാം. അപ്പോൾ നമുക്ക് ക്യാമ്പയിൻ തന്നെ എടുക്കാം. വൺ മാൻ ആർമി ബോയ്സ് കളി തുടങ്ങിയിട്ടുണ്ട്. ടാങ്കിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. സ്പീഡിൽ നിന്ന് മാത്രമേ ഉള്ളൂ, മറ്റേ മാസാനൊക്കെ ഉള്ളൂ. നമ്മള് ടാങ്കിൻ്റെ അടുത്ത് ആളി നടന്നൊക്കെ നമ്മുടെ അടുത്ത് ഒറ്റ കൊല്ലാനാണ് ഇവന്മാരും ഒരുത്തനെ കൊല്ലാൻ. നമ്മളൊറ്റ ഒരു നമ്മളെ മുട്ടേനെ കൊല്ലാൻ വേണ്ടി വന്നേക്കുന്നത്. കുട്ടാപ്പി മുട്ട ബസ് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ആയി. നമ്മളിപ്പോൾ ഇങ്ങനെ കളി പിടിച്ച്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത മിഷൻ കളിക്കാം. മാസാണ് നമ്മൾ ഹിറ്റ്മാൻ തന്നെ കളിക്കാം. 4-4-2 കളിച്ചു. ക്യാപ്ചർ ചെയ്യാനാണ് പരിപാടി. ഗ്രനേഡ് പറഞ്ഞുള്ളൂ. പറക്ക എന്തായാലും നമ്മളപ്പോൾ ഇത് സ്റ്റീൽ ചെയ്യാൻ പോണെയാണ്. ഒരേ പോക്കാണ്. കത്തിയൊക്കെ നമ്മുടെ കയ്യിൽ. ഒരാളെ എന്തായാലും കുത്തി കൊന്നേക്കാം. കത്തി പുറത്തിട്ട് തരും. ഒരാളെങ്ങനെ റേഞ്ച് റോവർ കറക്കാവുന്ന നൈസായിട്ട് പയ്യന്മാരോടെ എത്തിയുണ്ട്. നമ്മുടെ ആൾക്കാരല്ലെന്നുള്ളൂ. അവിടെ പോയി സാധനങ്ങൾ സ്റ്റീൽ ചെയ്യാം. പേടിപ്പിച്ചിട്ടേക്കാം. മടയിൽ ചെറുക്കുന്നടിക്കണം. മിക്കാറും കിട്ടിയെങ്കിലും നമ്മൾ പറ്റിയാവോന്ന് പറഞ്ഞൂടാ. നമുക്ക് ഡെലിവറി ചെയ്യണം. ഇത് സാധനം കൊണ്ടുപോയി എത്രയും പെട്ടെന്ന് കത്തി പിടിച്ച് ഓടിപ്പോയിട്ട് ഡെലിവറി ചെയ്യാം. ചെയ്യാനുള്ള കണ്ടല്ലേ ഒരു കുത്ത് കൊടുത്തേക്കാം. അവന്മാർക്ക് നമ്മളെ പിടിക്കാൻ കിട്ടിയിട്ടില്ല. ഞാനെങ്കിൽ വ്യാനൊന്ന് വേഗം തന്നിട്ട് കൂടെ ഇറങ്ങാം. പണിയാൻ പറ്റുന്നത് നമ്മളാരാ കണ്ട് ഡ്രിഫ്റ്റൊക്കെ അടിക്കണം. നമ്മൾ ഡെലിവറി ചെയ്ത് വെറുതെ. അപ്പം നമുക്ക് അടുത്ത കളി തുടങ്ങാം. അടുത്തത് കളിച്ച് നോക്കാം ഗൈസ്. അടുത്തത് നമുക്ക് ഏത് കളിക്കണം? പിസ്റ്റൽ വേഴ്സസ് നൈഫ്. നമുക്ക് എന്തായാലും ഇനി അടുത്ത മിഷനിലേക്ക് കയറി നോക്കാം. നമുക്ക് നൈസായിട്ട് ഡൊമിനേഷൻ അങ്ങ് എടുക്കാം. ഒറ്റ മൈൻഡ് കോൺകസ്റ്റാണ് നമ്മളിപ്പോൾ മാക്സിമം കോൺകസ്റ്റ് ചെയ്യാൻ ഈ അറ്റത്തുകൊണ്ടാണ് ചേക്കണം. ആരനെ കളി പഠിപ്പിക്കണത് നമ്മളെ കുത്തിക്കള. മുട്ട സുഖുവിൻ്റെ അടുത്ത് കളി അടക്കൂല. അതേ വന്നുണ്ടായി പഴയ കാലത്തെ വണ്ടിയൊക്കെ ഉണ്ട്. അതെങ്കിൽ പഴയ നമ്മുടെ കൂട്ടുകാർക്ക് കുഴപ്പമില്ല. റേഞ്ച് റോവർ അതായത് നമുക്കൊരു റിച്ച് ടൈപ്പ് വണ്ടി കിട്ടിയുണ്ട്. റോൾസ് റോയ്സ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ക്യാപ്ചർ ചെയ്യാൻ പോവാ. സ്പീഡാണ്. അപ്പോൾ പുഴയെ കിടക്കുന്ന സ്പീഡൊക്കെ കിടക്കണ്ട. അതൊന്നും പോയി ക്യാപ്ചർ ചെയ്യാം. ചെറിയ വണ്ടി എന്തായിരുന്നു ക്യാപ്ചറിങ് ആണ്. നമുക്ക് അടുത്തത് ക്യാപ്ചർ ചെയ്യാം. മാക്സിമം പിടിക്കാൻ നോക്കാം. എന്തായാലും ചാടി ഇറങ്ങാം. നടന്നായാലും കളി കളിക്കണം. ഒറ്റ മൈൻഡാണ്. നമ്മൾ ഫുൾ ഒറ്റ മൈൻഡിൽ കളിക്കാറുള്ളൂ. മിഷീൻ കട്ട് പുഴയെ വീണ് പോയില്ല. കയറി വേറെ ചെക്കന് നീന്താൻ അറിഞ്ഞൂടാ. മെഷീൻ ഗൺ കിട്ടി. കളിയാണ്
അവനെയൊക്കെ കൊല നടത്താം. പോലീസൊക്കെ സ്റ്റാറൊക്കെ കയറിയുണ്ട്. നമ്മുടെ അപ്പം മുട്ട സുഖിനെ പോലീസ് പിടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാറിനെ നമ്മൾ ഓടിയാണ് പിടിക്കുന്നത്. അതാണ് ഹൈലൈറ്റ്. അടുത്ത് പിടിക്കാൻ പോവുക. പക്ഷേ നമ്മുടെ എതിർ ടീം കൊടുക്കുന്ന കളിയാണ്. നമ്മൾ പണ്ടന്മാരും ഷെയറും ചെയ്തു. മാക്സിമം ഷെയർ ചെയ്യുക, നല്ല സപ്പോർട്ട് ചെയ്യുക. പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഗെയിമിന് എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞേക്കും, കമൻ്റായിട്ട് അറിയിപ്പിക്കാവും. കുളക്കടയിലേക്ക് എത്തിയുണ്ട്. പെട്ടെന്നാണ് തോന്നണത്. പെട്ടെന്നാണ് തോന്നണേ. ചെക്കന് നീന്താൻ അറിഞ്ഞൂടാ. പോലീസിൻ്റെ വണ്ടിയുണ്ട്. പോലീസിൻ്റെ വണ്ടി ഡാമേജ് ആയി. നമുക്കൊക്കെ ഒരു സൗണ്ട് കേട്ടാ. അതുകൊണ്ട് ഓണം പോലെ നമ്മളിപ്പോൾ പെട്ടെന്ന് വേറെ വണ്ടി എടുക്കാൻ പോകുന്നുണ്ട്. അംബാസിഡർ എങ്കിൽ അംബാസിഡർ ജെസ്സി എന്നതാണ് അവിടെ കാണുന്നത്. ജെസ്സിയിൽ ഞാൻ പെട്ടാന്ന് സംശയം. അടുത്തത് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ വന്നിട്ടുണ്ട്. ക്യാപ്ചറിങ്ങിലാണ്. ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ക്യാപ്ചർ ചെയ്യണം. അവരുടെ സ്കോർ നോക്ക്. അവരുടെ സ്കോർ 88, നമ്മുടെ സ്കോർ 12. ചെക്കൻ വണ്ടിയുടെ പുറകെ ഒരു ഓട്ടം, ഒരു രക്ഷയില്ല. നമുക്കപ്പോൾ അവിടെ നൈസായിട്ട് ഒരു സ്പോർട്സ് കാർ അവിടെ ഉണ്ട്. അതങ്ങനെ ഒരു പറച്ചിരില്ല. നിങ്ങളുടെ ഫോണിൻ്റെ അപ്പുറത്തെത്താൻ വേണ്ടിയിട്ട് നേരെ പുഴയിലേക്ക് എടുക്കാം. പുഴയെങ്കിൽ പുഴ വഴി പിടിക്കാൻ നമുക്ക്. പുഴ നമുക്കൊന്നുമല്ല. അപ്പുറത്തെത്തിയുണ്ട്, അത് മതി. ഓ 5. അയ്യോ അവന്മാരിപ്പോൾ ജയിക്കും. എവിടെയാണ് ഇത് ക്യാപ്ചർ ചെയ്യണ്ടേ? പൊട്ടി. അടിപൊളി. നമ്മ ഇതൊന്നും ഒരു പ്രശ്നവുമല്ല. അടുത്ത നമുക്ക് തപ്പി നോക്കാം. യസൂക്ക ടർഫ് വാർഫെയർ, നമുക്കത് കളിച്ച് നോക്കാം. ടർഫ് FIFA ഫുട്ബോൾ കളിക്കുക. ഗ്യാങ്ങാണ് നമ്മൾ. ഗ്യാങ്ങായിട്ട് ഫൈറ്റ്. ഇതാടാ ലെംബോർഗിനി അല്ലേടാ പോകുന്നത്. കാര്യം ഗ്യാങ്ങാണെങ്കിൽ ഒരുത്തനും കാണാനില്ല. നമ്മൾ മാക്സിമം കില്ലെടുക്കണം. നമ്മുടെ ടീം ആയിരിക്കണം മാക്സിമം കില്ലെടുത്തത്. എന്നാലേ നമ്മൾ കളി ജയിക്കുകയുള്ളൂ. ഇപ്പോൾ 2 0-0 കില്ലാണ്. നമുക്ക് റിവേഴ്സ് ഓടാ. അപ്പോൾ കാർ കിട്ടും. ഏയ് ചേച്ചി, എന്താണൊരു അന്തനാണോ? ബസ്സിലാകുമ്പോൾ ഓടിച്ചിട്ട് പിടിക്കും. നമുക്ക് ബാക്കിൽ വല്ല വണ്ടി തന്നെ ഉണ്ടാകും നോക്കാം. അതേ ഒരു റോഡ് തന്നെ എന്തെങ്കിലും കാറ് ഇതേപോലെ തന്നെ പയ്യനൊരേ ഓട്ടം നേരെ പുഴയിലേക്ക് അടിയുന്നു. അയ്യോ 3 സ്കോർ. ഒരു ജനവസ്ഥ പൊട്ടത്തോക്കും മാറ്റി നൈസായിട്ട് വിടാം. അവിടെ ഒരു വൻപൊട്ടി ആരോ പണിയുണ്ട്. ഒരുത്തനിട്ട് കിട്ടാനുള്ള വടയും ചായപ്പോൾ കിട്ടും. മുട്ടസൂപ്പ് വെള്ളത്തിലിടാൻ നീന്താറിഞ്ഞൂടാ. അത് വേറെ കാര്യം.
നമ്മൾക്ക് ഇഡോനൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്താണെങ്കിൽ ലാസ്റ്റത്തെ ലോഞ്ചറാണ്. ഒന്നും നടന്നില്ല. ഇനി നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ 2-3 പോകുമ്പോൾ അവിടെ ഇവിടെ ഇട്ട് പൊട്ടിക്കാം. ലേസർ എടുത്ത് ഒരു ഇങ്ങനെ കരിയിട്ട് ഇടുന്നുണ്ട്. കരിച്ചാലും പുകച്ചാലും കൊണ്ടുപോയി നമുക്ക് ഇതിനകത്തേക്കൊരു സ്റ്റിക്ക് കോമ്പിനേഷൻ ആയിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ആൾക്കാരുടെ നടുക്കും പോയിട്ട് പൊട്ടിക്കാം. കുറച്ച് ആൾക്കാരനെ കണ്ടുപിടിക്കണം. അത് കൊണ്ടുവന്നിട്ട് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. നമ്മൾ കുളത്തിൽ പോയി ചത്ത് 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 പോയി. നമ്മ പെട്ടിയായിട്ടുണ്ട്. നമുക്ക് പെട്ടിയിലുണ്ട്. കഷ്ടപ്പെട്ടാണ് കിട്ടുന്നത്. ഇവിടെ ദൈവത്തം വന്നിട്ടുണ്ട്. തല മൊട്ടത്തല അങ്ങനെ അവനെ നമ്മൾ അടിച്ച് കത്തിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇവൻ അടിക്കണേ? നമ്മൾ കത്തിച്ച് മരം മുറിക്കണ പോലെയാണ് ആൾക്കാരൊക്കെ. അപ്പോൾ നൈസായിട്ട് വന്നിട്ട് സ്പോർട്സ് കാർഡ് കണ്ട് നേരെ നമുക്ക് ആൾക്കാരുടെ നമ്മുടെ ടീമാണ് പോകുന്നത്. ഈ പത്രക്കാരുടെ വണ്ടി അടിപൊളിയാണ്. നമുക്കൊരു ചേസിങ് കടത്തിയിട്ട് ഇറങ്ങിയിട്ട് സാധനം അടിപൊളിയാണ്. പത്രക്കാരുടെ ചക്രം കുറച്ച് ചെയ്യുന്നൊരു ഉപകാരമുണ്ട്. ഇതിനകത്ത് ഇതിങ്ങനെ ഒരു കാറങ്ങനെ എടുത്തിട്ടുണ്ട്. കാറിലെങ്കിലും പൊട്ടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ ഉപകാരം. കാർ ഇറക്കി വിടാൻ പൊട്ടിക്കാം. നമ്മുടെ വണ്ടി ഇപ്പോൾ പൊട്ടും. നമ്മുടെ വണ്ടി ഇപ്പോൾ പൊട്ടും. നമ്മുടെ വണ്ടിക്ക് തീ പിടിച്ചിട്ടുണ്ട്. റോക്കറ്റ് ഞങ്ങൾ കിട്ടും. നമ്മൾ ചത്തെങ്കിലും 2 തന്നെ കൊന്നിട്ടാണ് ചത്തത്. നമ്മളിപ്പോൾ ഒരുത്തനെ കൊന്നിട്ടുണ്ട്. 16 നമ്മുടെ സ്കോർ. ഗ്രനേഡ് അങ്ങോട്ട് വിട്ടേക്കാം. 2 ഗ്രനേഡ് എറിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് തന്നെ ഏക്കും. ഒരുത്തിനെ കത്തിച്ചിട്ടുണ്ട്. സേവാക്കിയിട്ടുണ്ട്. നമ്മുടെ അത്രയും കഴിവന്മാർക്കില്ല. അതിന് റോക്കറ്റ് ലോഞ്ചർ 9 എണ്ണമായിട്ടുണ്ട്. അതെ പേനയുണ്ട്. തെറിക്കാനുള്ള പരിപാടിയാണ്. ഒരാളുടെ ഡാമേജ് ആക്കി വിട്ടിട്ടുണ്ട്. 26 കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിൽ എടുത്ത് മാറ്റി എടുത്തിട്ടുണ്ട്. കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ചത്ത് വേറൊരുത്തനെയും കൊല്ലുക. ഞാൻ ഒരുത്തനെ തീർത്തിട്ടുണ്ട്. 34 നമ്മളെ പണി തന്നെയാണ്. ജനയുടെ അടുത്ത് കിടക്കുന്നത് ഏതാ നമ്മൾ ചത്ത് ബാക്കിയുള്ളവരെ അത്രേ ഉള്ളൂ. അവിടെ തന്നെ സ്പൂണായിട്ടുണ്ട്. തീ പിടിപ്പിക്കുന്നു. കുറച്ച് നേരം കത്തിച്ച് വിട്ടേക്കാണ്. ഇപ്പം തന്നെ നമ്മൾ കളി കഴിയും. ചെക്കനെ തീർത്തിട്ടുണ്ട്. ഒരുത്ത സ്പൂണായിട്ടുണ്ട്. അങ്ങനെ കത്തിച്ച്
എണ്ണത്തിനൊന്നും കുഴപ്പമില്ല. ഒരു പെണ്ണ് നമ്മൾ ഡബിൾ ബാരൽ. വാ, നമ്മുടെ മുട്ട സുഖം അങ്ങനെ 3 സ്റ്റാർ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ. ഫണ്ണായിരുന്നു എന്ന് വിചാരിക്കണം. ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി എന്നാൽ.